10ാം ക്ലാസ് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിൻ്റെ വായനയാണ്. ഇത് എഴുതിയിരിക്കുന്നത് VKN എന്നറിയപ്പെട്ട വടക്കേ കൂട്ടാല നാരായണൻ നായരാണ്. VKNൻ്റെ കഥകൾ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കഥയിലെ പ്രധാന കഥാപാത്രം വെങ്കടേശ അയ്യങ്കാറാണ്. ഇനി കഥയുടെ വായനയിലേക്ക് കടക്കാം. പുണ്യതീർത്ഥസ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശന് കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. അങ്ങനെ വെങ്കടേശൻ മനംനൊന്തിരിക്കുമ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. വെങ്കടേശൻ്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരവസരമായിരുന്നു, എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹാദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെൻ്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക, പറയുക, അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാൻ്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദൊരൈ സ്വാമി പറഞ്ഞു. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൽസേഷ്യം പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധൻ്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് സിംഹത്തിൻ്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി. കൗബീനവും ഷർട്ട് കോട്ടും തലപ്പാവും ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി. താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കടേശൻ്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്ന വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്, വേറെ എന്നാ വേണം? നിങ്ങൾ കൽപ്പിച്ചാൽ മതി. പത്രസ്വാമി ഉത്തരവായി. இந்த நிமிஷம் முதல் செத்து போக வரைக்கும் நீ நம்ம பத்திரத்தோட ரெசிடென்ட் எடிட்டர்.